നമസ്കാരം. AMMയിൽ നിന്ന് രാജിവെച്ചു പോയ ഒരു സംഘം വന്നിട്ട് മലയാളികളെ ആകെ നാണം കെടുത്തുന്ന തലത്തിലേക്ക് അവരുടെ പരിപാടികളും പദ്ധതികളും മാറ്റിയ അവസ്ഥയിലാണ്. അതിന് പിന്നാലെ വന്ന രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിലുള്ള അഡ്ഹോക്ക് കമ്മിറ്റിയാണെങ്കിൽ അവർ പ്രതിക്കൂട്ടിലാക്കുന്ന ആളെ പിടിച്ച് ചോദ്യം ചെയ്യാനും പ്രശ്നം ആ മട്ടിൽ പരിഹരിക്കാനും പുറത്തുപോയി ഈ മട്ടിൽ പരിപാടികൾ ചെയ്യുന്ന ആളുകളെ എങ്ങനെ അകത്തേക്ക് എത്തിക്കാം എന്നുള്ള ഗവേഷണം നടത്താനുമാണ് മുന്നണിയിൽ നിൽക്കുന്നത്. നമുക്ക് ഈ വീഡിയോയിലൂടെ ആ കാര്യങ്ങൾ പരിശോധിക്കാം. ഇത് ലക്ഷ്മിപ്രിയ, അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ്റെ വിശ്വസ്തയായിരുന്ന ഭാരവാഹിയായിരുന്നു. BJPയുടെ 2020ക്കുള്ള സ്ഥാനാർത്ഥിയാകാൻ നിയോഗിക്കപ്പെട്ട് മറ്റുള്ളവരോട് വോട്ട് ചോദിക്കാൻ ആലോചിച്ചപ്പോൾ തനിക്കേ വോട്ടില്ല എന്ന് മനസ്സിലായി ആ പരിപാടി തന്നെ ഉപേക്ഷിച്ച ആൾ ഒടുക്കം അമ്മയിൽ കയറി യുദ്ധം ആരംഭിച്ചു. അൻസിബിയാണ് മുഖ്യ വില്ലത്തി. എന്നാൽ ജനറൽ ബോഡിയിൽ കണക്കും വെക്കാനാകാതെ ആരോപണങ്ങളും പൊളിഞ്ഞ് പാളീസായി കമ്മിറ്റിയെ പിരിച്ചുവിടേണ്ടി വന്ന് പുറത്തേക്ക് പോയി ശ്വേതാ മേനോൻ. ലക്ഷ്മിപ്രിയക്കോ അമ്മയിൽ നിന്ന് ഭാരവാഹിത്വം രാജിവെച്ച് ഇപ്പോൾ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത സ്ഥിതിയിലുമാണ്. ഈ അവസ്ഥയിലിരുന്ന് നടത്തിയ ഒടുവിലത്തെ ഓപ്പറേഷനും ചീറ്റിപ്പോയ സംഭവഗതികളാണ് ഇപ്പോഴത്തെ മുഖ്യ ചർച്ച. സംഘടനയിലും പുറത്തും തലയുയർത്തി നിന്ന അൻസിബയ്ക്കെതിരെ എങ്ങനെയും പ്രചരണം നടത്തുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി. യൂട്യൂബ് ചാനലുകളിൽ കയറിയിരുന്ന് അപരാധം പറച്ചിലാണ്. മദ്യപാനം, അവിഹിതം തുടങ്ങിയ പരിപാടികൾ ആരോപണ രൂപത്തിൽ അവതരിപ്പിച്ച് പൊതുമധ്യത്തിൽ അപമാനിച്ച് കലിപ്പ് തീർക്കുകയാണ്. ചുരുക്കത്തിൽ സംഘടനയോ പോയി ഇനി ധാർമ്മികമായി തകർക്കാനുള്ള പ്രത്യേക പദ്ധതിയായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒടുവിൽ ഇത്തരം അപവാദ പ്രചരണത്തിനെതിരെ അൻസിബ പരാതിയും നൽകി. എന്നാൽ സംഭവത്തിലുണ്ടായ വലിയ മറ്റൊരു ട്വിസ്റ്റ്, അൻസിബയ്ക്കെതിരായി ലക്ഷ്മിപ്രിയ അന്ന് പോലീസ് സ്റ്റേഷനിൽ നൽകിയെന്ന് പറയപ്പെടുന്ന പരാതി പുറത്തു വന്നതാണ്. ഭർത്താവിൻ്റെ ശാരീരിക മാനസിക ഉപദ്രവത്തിനെതിരെ പോലീസിൽ നൽകിയ പരാതിയിലാണ് അൻസിബയെയും അവർ ഉൾപ്പെടുത്തിയത്. അവർ തനിക്കയച്ച മെസ്സേജാണ് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം എന്നും അതിൽ അൻസിബയ്ക്കെതിരെ നടപടി വേണം എന്നുമുള്ള വിചിത്രമായ പരാതിയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അൻസിബയ്ക്കൊപ്പം ചേർത്ത് ലക്ഷ്മിപ്രിയ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ മാധ്യമപ്രവർത്തകൻ മിഥിലാജ് നിയമ നടപടിയെടുക്കുമെന്ന് പറയുകയും അന്നത്തെ ആ കംപ്ലയിൻറ്റ് വിവരാവകാശ പ്രകാരം എടുത്ത കംപ്ലയിൻറ്റ് പുറത്തുവിടുകയും ചെയ്തു. അങ്ങനെയാണ് നാട്ടുകാർക്ക് മുന്നിൽ ആ പരാതി എത്തുന്നത്. മാത്രമല്ല വിദേശത്ത് ലക്ഷ്മിപ്രിയയുമായി ബന്ധപ്പെട്ട നിഗൂഢമായ ബന്ധങ്ങൾ അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. അൻസിബയെ പ്രതിക്കൂട്ടിലാക്കി അപവാദ പ്രചരണവും കേസും കൂട്ടവും എല്ലാം പൊടിപൊടിക്കുന്നതിനിടെ സിനിമാ പ്രവർത്തകരുടെ നിസ്സംഗതയ്ക്കെതിരെ കടുത്ത വിമർശനം ഉയരുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കാലത്തേതിന് സമാനമായ പ്രതികരണമാണ് പലരുടേതും എന്നാണ് വിമർശനം. ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും അടക്കമുള്ള പെൺ നേതൃത്വം ദിലീപിനൊപ്പം നിന്നതിനെതിരെ അന്നേ വിമർശനം ഉയർന്നതാണ്. അതിൻ്റെ തുടർച്ചയായി വേണം ഈ സാഹചര്യത്തെയും കാണാനെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സിനിമയിലെ സഹപ്രവർത്തകരുടെ നിലപാട് എന്തായിരുന്നു എന്ന് വ്യക്തമാക്കി അൻസിബ എഴുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റിലെ പരാമർശങ്ങൾ ശ്രദ്ധേയമാണ്. മോഹൻലാൽ എപ്പോഴും കൂടെ നിന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിനൊപ്പം ഒരു ദൃശ്യം സെറ്റിലെ ഒരു ദൃശ്യം കൂടി അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കടുത്ത വിമർശനങ്ങൾ അതിന് മുമ്പിട്ട ഒരു പോസ്റ്റിൽ അവർ ഉന്നയിക്കുന്നുമുണ്ട്. ആ മോഹൻലാലിനൊപ്പമുള്ള ചിത്രത്തിന് മുമ്പിട്ട പോസ്റ്റിലെ ഭാഗങ്ങൾ ഇങ്ങനെയാണ്: എൻ്റെ ഓരോ തരിയിലും കത്തിയെരിയുന്ന ഈ വേദനയ്ക്ക് വാക്കുകളില്ല. ആദ്യം മേത്തച്ചിയാക്കി, പിന്നെ ജിഹാദിയാക്കി, മതപരിവർത്തനത്തിൻ്റെ പേരിൽ എന്നെ ഒറ്റപ്പെടുത്തി. ജനപ്രതിനിധി മുതൽ പലരും ഇതിന് കൂട്ടുനിന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ആ ജനപ്രതിനിധിയുടെ മകൻ എനിക്കയച്ച സന്ദേശം മാത്രം ബാക്കി: തളരരുത് എന്ന്. യഥാർത്ഥത്തിൽ ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ആ സമയത്ത് ജനപ്രതിനിധിയായിട്ടുണ്ടായിരുന്ന രണ്ടുപേരാണ്. ഒന്ന് മുകേഷും പിന്നെ ഗണേശനുമാണ്. അവരുടെ നിലപാടിനെക്കുറിച്ചായിരിക്കാം പറയുന്നത്. രമേശ് പിഷാരടി പിന്നീടാണല്ലോ വരുന്നത്. എന്തായാലും അത് ഒരു ഭാവിയിലേക്ക് ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഗുരുതരമായ ആരോപണം കൂടിയാണ്. ഇനി മറ്റ് നടന്മാരുടെ കാര്യം. ചാരുകസേരയിൽ ഇരുന്ന് അവർ എൻ്റെ സ്വഭാവഹത്യ നടത്തി. മഹാനടൻ മുതൽ സഹപ്രവർത്തകർ വരെ. അവസാനം എൻ്റെ രണ്ടാനച്ഛൻ്റെ പേരിൽ പോലും എന്നെ തേജോവധം ചെയ്തു. ഇപ്പോൾ സുഹൃത്തുക്കളിലേക്കും ആ ക്രൂരമായ വിരലുകൾ നീളുന്നു. കൂടെ പിറന്ന 4 സഹോദരങ്ങൾ കൂടി എനിക്കുണ്ട് എന്ന ചിന്ത പോലും അവർക്ക് എന്നെ തകർക്കാൻ തടസ്സമായില്ല. ലക്ഷങ്ങൾ ഒഴുക്കി PR ഏജൻസികളെ കൊണ്ട് അവർ എനിക്കെതിരെ ഗൂഢാലോചന മെനയുന്നു. ഇനിയും അവർ ആക്രമിക്കും, ഇനിയും എന്നെ വേട്ടയാടും, എനിക്കറിയാം. പക്ഷേ എൻ്റെ സംഘടനയിൽ ഞാൻ ചോദിച്ച ഉത്തരമില്ലാത്ത ആ ചോദ്യങ്ങൾ വായുവിൽ അലയുന്നുണ്ട്. അവ എന്നേക്കുമായി മൗനമാക്കപ്പെടില്ല. ജീവൻ തന്നെ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ പൊരുതാൻ തീരുമാനിച്ചത് എൻ്റെ ഒടുവിലത്തെ ആശ്രയം ഈ രാജ്യത്തിൻ്റെ നിയമം മാത്രമായതുകൊണ്ടാണ്. നീതി പുലരും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ ക്രൂരതകൾക്കെതിരെ ഞാൻ ഇന്ന് പോലീസിൽ സ്റ്റേഷനിൽ ഔദ്യോഗികമായി പരാതിയും നൽകി. സത്യം വെളിച്ചത്തു വരും. ഈ ഇരുളിലും മുന്നോട്ട് നയിക്കുന്നത് ആ നീതിയിലുള്ള വിശ്വാസമാണ് എന്നാണ് അൻസിബ പറയുന്നത്. അത് ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ നടപടി എടുക്കുമായിരിക്കും. അതിനോടനുബന്ധിച്ച് ടിനി ടോമിനെതിരായി നൽകിയ പരാതിയിൽ കഴമ്പില്ല എന്ന നിലപാട് പോലീസ് എടുത്തിട്ടും ഉണ്ട്. അൻസിബയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എഴുത്തുകാരി S. ശാരദക്കുട്ടി എഴുതിയൊരു കുറിപ്പ് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ലക്ഷ്മിപ്രിയക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ശാരദക്കുട്ടി തൻ്റെ കുറിപ്പ് എഴുതുന്നത്. AMMയുടെ ഒരു ഷോയിലോ വാർഷികത്തിലോ മറ്റോ കൈകൊട്ടിക്കളിക്ക് വേണ്ടി നടിമാരെല്ലാം കൂടി സ്റ്റേജിൽ കയറാൻ നിൽക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്ന പേരിൽ ഒരു ഐറ്റം കണ്ടപ്പോഴേ തീരുമാനിച്ചതാണ് ആർക്കോ വേണ്ടി വർഗീയ കോമരം തുള്ളാൻ കച്ചകെട്ടി ഇറങ്ങിയതാണ് മറ്റേ നടി എന്ന്. എന്തായിരുന്നു പെർഫോമൻസ്? മൗലിക ചിന്തയുടെ ഒരു തരി പോലും
അവരുടെ വാക്കുകളിലോ പെരുമാറ്റത്തിലോ ഇല്ല. ആകെ മൊത്തം അഭ്യാസങ്ങളാണ്. ശ്വാസം ഡീപ്പായി അകത്തോട്ടെടുത്തും സ്ലോ ആയി പുറത്തേക്ക് വിട്ടും കണ്ണിറുക്കി അടച്ച് പറവറാന്ന നാമജപം പോലെ എന്തൊക്കെയോ പിറുപിറുത്തും ഇവർ വിഡ്ഢിവേഷം കിട്ടുമ്പോൾ ബീന ആൻ്റണിയും നീനാക്കുറുപ്പും സജിത വേട്ടിയും ചിരിയടക്കാൻ പാടുപെടുന്നത് ആ വീഡിയോയിൽ വ്യക്തമാണ്. വികൃതമായുള്ള ചേഷ്ടകളും ഗോഷ്ഠികളും കൊണ്ട് അവർ കയറി ചെല്ലുന്ന ഇടമെല്ലാം ദുർഗന്ധം പരത്തുകയാണ്. ഇത് കേവലം ഏമമ്മയുടെ ഒരു ഉൾപ്രശ്നം മാത്രമായി കാണുന്നത് വലിയ അപകടമാണ്. ഇവരെങ്ങനെ ഭാരവാഹി സ്ഥാനത്തെത്തി എന്ന് ചിന്തിച്ചെടുക്കാൻ പാളിപ്പോയ BJP സ്ഥാനാർത്ഥിത്വം വരെ കാത്തിരിക്കേണ്ടി വന്നില്ല. ഒക്കെ സ്വയം അങ്ങ് വെളിപ്പെട്ട് വരികയായിരുന്നു. ഇളക്കി വിട്ടവർ പോലും ലജ്ജിച്ചു പോകുന്ന തരം ഓവർ ആക്ടിംഗ് ആണ് എല്ലായിടത്തും. തല നിറയെ വർഗീയ വിഷയവും വായ നിറയെ അസഭ്യ അശ്ലീലങ്ങളും മനസ്സ് നിറയെ സദാചാര നാട്യവും ഒളിഞ്ഞു നോട്ടത്തിൻ്റെ അപാര സാധ്യതകളും കൈമുതലായുള്ള ഒരു പ്രത്യേകതരം വേഷം. ആരുടെയൊക്കെയോ മുറിയിൽ ആരൊക്കെയോ വന്നു പോയാൽ ഇവർക്കെന്താ ഛേദം? ആരെങ്കിലും വിവാഹബന്ധം വേർപെടുത്തിയാൽ ഇവർക്കെന്താ ഛേദം? പുറത്തുനിന്ന് വർഗീയ വിഷം അകത്തേക്ക് കയറ്റിവിടാനുള്ള ഏറ്റവും മികച്ച വാഹനത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഒരാളിൽ ചേർന്ന് ഒത്തുനിൽക്കുകയാണ്. അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ യോഗ്യത. ഒന്നും അറിയില്ലെങ്കിൽ എന്താ, ഇപ്പം കുഴപ്പം എന്ന അഴകുഴമ്പൻ ഭാവമുണ്ടല്ലോ, അത് അവരുടെ അലങ്കാരമാണ്. നാണമോ നാണക്കേടോ തിരിച്ചറിയാത്ത ഒരാൾ ആ സംഘടനയ്ക്ക് ഭൂഷണം തന്നെ. അവരെ വിളിച്ചിരുത്തി വായ തുറപ്പിച്ച് ആളെ കൂട്ടുന്ന ആ ചാനലുണ്ടല്ലോ, അതിനെയാണ് പൂട്ടിക്കേണ്ടത്. വകതിരിവുള്ള ആരെങ്കിലും അവരോട് യോജിക്കാൻ കഴിയുന്ന ആളുകളുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരു ഏമമ്മയിലെ കൊലകൊമ്പന്മാർക്ക് പോലും ഇതിലും മികച്ച ഒരംഗത്തിന് കിട്ടാൻ സാധ്യതയുമില്ല. അൻസിബയെ പോലെ വിവേകമതിയായ ഒരു പെൺകുട്ടിയെ നേരിടാൻ കുറേ ചാണകമോ മനുഷ്യവിസർജ്യമോ കയ്യിലുണ്ടെന്ന അഹങ്കാരം മതിയാവില്ല എന്ന് ലക്ഷ്മിപ്രിയക്കെതിരായ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ട് ശാരദക്കുട്ടി എഴുതുന്നു. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ അമ്മ നേതൃത്വം തെരഞ്ഞെടുക്കപ്പെട്ട ദിവസം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ അവരുടേതടക്കമുള്ള നിലപാട് ചൂണ്ടിക്കാണിച്ച് ആ നേതൃത്വത്തിൽ പ്രതീക്ഷയില്ലെന്ന് ഡോക്ടർ പ്രേംകുമാർ അന്നേ പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹം മാതൃഭൂമി ചാനലിൽ നടത്തിയ പ്രവചനം പിന്നീട് ശരിയായി മാറി. സമാനമായ മറ്റൊരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടാണ് അവർ ഭാരവാഹിത്വം ഒഴിഞ്ഞത്. അൻസിബെ എന്ന നടിയെ സോഷ്യൽ മീഡിയയിലിട്ട് ആക്രമിക്കാനുള്ള വേദി ഒരുക്കുകയും അവരിലെ ചിലർ തന്നെ അതിന് നേതൃത്വം നൽകുകയും ചെയ്യുകയാണല്ലോ. അന്നെടുത്ത നിലപാടിനെ പറ്റി ഡോക്ടർ പ്രേംകുമാർ ഫേസ്ബുക്കിൽ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: അന്ന് ഞാൻ അവൾക്കൊപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞിരുന്നു ശ്വേതാ മേനോൻ. റേപ്പിസ്റ്റിനൊപ്പം നിന്ന AMMA ഭാരവാഹികളെ മാധ്യമപ്രവർത്തകർ ഗ്രിൽ ചെയ്ത ദിവസം ആൺകൂട്ടത്തിൻ്റെ പിന്നിൽ നിന്നിരുന്ന ഒരേയൊരു സ്ത്രീയാണ്. അതും പോരാഞ്ഞ് അംഗങ്ങളെ അപഹസിക്കുന്ന സ്കിറ്റ് അവതരിപ്പിച്ച കക്ഷിയാണ് കുക്കു പരമേശ്വരൻ. ജയിലിൽ നിന്നിറങ്ങിയ റേപ്പിസ്റ്റിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു വൈറലായ കഥാപാത്രമാണ് ലക്ഷ്മിപ്രിയ. സംഭവം നടക്കുന്ന സമയത്ത് ബാലതാരമാണ് അൻസിബ. അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങിയ മുതൽ അവർക്കൊപ്പം നിൽക്കാത്ത കലാകാരിയാണവർ. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ തീരെ പ്രതീക്ഷയില്ല. ആങ്സൈറ്റി ഉണ്ട്. ആ രാത്രി എനിക്ക് തോന്നിയ പോലെ തന്നെ തോന്നിയ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ആ തോന്നലുകൾ നേരായതിൻ്റെ സന്തോഷമോ സങ്കടമോ പറയാനല്ല ഞാനിപ്പോൾ ഇത് എഴുതുന്നത് എന്നാണ് പ്രേംകുമാർ ആരംഭത്തിൽ പറയുന്നത്. പിറ്റേന്നാൾ രാവിലെ എനിക്കൊരു ഫോൺ വന്നു. അൻസിബയാണ് എന്ന് പരിചയപ്പെടുത്തി. ചർച്ചയിൽ ഞാൻ നടത്തിയ പരാമർശം അവരെ വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞു. പതിഞ്ഞ ശബ്ദത്തിൽ നിങ്ങളെപ്പറ്റി രൂക്ഷമായി പറഞ്ഞിരുന്നില്ല എന്നും എപ്പോഴെങ്കിലും നിങ്ങൾ അവൾക്കൊപ്പം നിൽക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും പറഞ്ഞു. തനിക്കുള്ള നിലപാടുകളുമായി സിനിമാ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് പിഴച്ചു പോകാനുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെങ്കിലും മനസ്സിലാക്കണം എന്ന് അവരെന്നോട് പറഞ്ഞു. പറഞ്ഞു പോയതിന് ക്ഷമ പറഞ്ഞു ഞാൻ. ഒരവസരം വരുമ്പോൾ ഞാനിത് എഴുതും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട അൻസിബ, അശ്ലീലം ആഘോഷിക്കുന്ന ഒരു ആൺകൂട്ടത്തിൻ്റെ നെറികേടുകൾക്കെതിരെ നിവർന്നു നിന്ന് പ്രതികരിച്ചൊരു പെണ്ണിൻ്റെയും അവൾക്കൊപ്പം നിന്ന കുറേയേറെ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും കാര്യത്തിൽ പുതിയ ചരിത്രത്തിലേക്ക് നീങ്ങുകയാണ് മലയാളം. നിയമവും നിയമസഭയും നീതിപാലകരും നേതാക്കളുമെല്ലാം പല രീതിയിൽ പുറത്തേക്ക് വമിപ്പിക്കുന്ന ആൺബോധങ്ങളുടെ കാലത്ത് ഏതൊരു ചെറിയ വിജയവും വളരെ വലിയ വിജയങ്ങളാണ്. ഒരു കൊല്ലം മുമ്പ് പെൺവേഷത്തിൽ രംഗപ്രവേശം ചെയ്ത അവൻ്റെ പിണിയാളുകളുടെ യഥാർത്ഥ മുഖം മലയാളികൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാനുള്ള നിയോഗം നിങ്ങളുടേതായിരുന്നു. അതൊരു വലിയ വിജയമാണ്. 2017 ഫെബ്രുവരി 17 രാത്രി ഒരു പെൺകുട്ടി തുടങ്ങി വെച്ചു. ചെറുത്തുനിൽപ്പിൻ്റെ ഈ കഠിന യാത്രയിൽ തൻ്റേതായൊരു ഇടം നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. അഭിവാദ്യങ്ങൾ അൻസിബ. അമ്മയെ ആക്രമിക്കാനൊരുങ്ങിയ ആഭാസനെ ഒറ്റയടിക്ക് തീർക്കാൻ നിങ്ങളുടെ ഒരു വേഷത്തിന് അവസരമുണ്ടായതിൽ ദൃശ്യമാവുന്ന ചിലതുമുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. തൻ്റെ ഇടത്തോടെ തുടരുക, അഭിമാനീയനായ അൻസിബ എന്നാണ് പ്രേംകുമാർ എഴുതിയത്. അവർ ഇനിയും പറയും. അൻസിബയ്ക്കെതിരെ എന്നല്ല, അത്തരത്തിലുള്ള നിലപാടിൽ നിൽക്കുന്ന ആളുകൾക്കെതിരെ പറയും. മദ്യപാനവും അവിഹിതവും തുടങ്ങിയ പഴയ യുദ്ധമുറകൾ തന്നെ വീണ്ടും വീണ്ടും പയറ്റും. എന്നിട്ട് റേപ്പിസ്റ്റുകളെയും പീഡകരെയും ന്യായീകരിക്കും. അവരെ ആലിംഗനം ചെയ്ത് അവരുടെ മാഹാത്മ്യങ്ങൾ വിളമ്പും. സ്ത്രീകളെ വളഞ്ഞിട്ട് ആക്രമിക്കും. അതിന് പിന്നണിയിൽ ആൺകൂട്ടങ്ങളുടെയും വംശീയവാദികളുടെയും സംഘവും ഉണ്ടാകും. അതിനെയും അതിജീവിക്കാൻ മലയാളികൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം. നന്ദി, നമസ്കാരം.